ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ചേനയും വാഴയ്ക്കയും മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേനയും തക്കാളിയും വാഴയ്ക്കയും മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 4 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ മൂടി വെച്ച് വേവിക്കാൻ. ഇനി നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 3 ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടി 1 ടീസ്പൂൺ കടുക് ഞാനിതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേനയും വാഴയ്ക്കും മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് വെച്ച കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.